അന്ന് മരണം കൺമുൻപിൽ കാണുന്ന റസൂലുള്ള സഹാബത്തിനോട് പിന്നെ പറയുന്ന ഒരു വാക്കുണ്ട്, അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരി ഈദാ ലാ തജ്അൽ ഖബരി വസനൻ യുഅബദ്. അല്ലാഹുവേ, എന്റെ ഖബറിനെ ഒരാഘോഷത്തിന്റെ സ്ഥലമാക്കി മാറ്റരുത് റബ്ബേ. എന്റെ ഖബറിനെ ഒരിക്കലും നിങ്ങൾ ഒരു ആരാധനയുടെ സ്ഥലമാക്കി മാറ്റരുത്. ജീവിതത്തിന്റെ അവസാന സെക്കൻഡിൽ പോലും മരണവസിയത്തായി ലോകത്തിന്റെ അഷ്റഫുൽ ഹൽക്കായ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമ്മത്തിന് കൊടുത്ത അവസാനത്തെ വാക്ക് ലാ തജ്അൽ ഖബരി ഈദാ, എന്റെ ഖബറിനെ പോലും നിങ്ങൾ ആഘോഷത്തിന്റെ ആരാധനയുടെ ഭാഗമാക്കരുത് എന്ന് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ജാറങ്ങൾക്കെതിരാ, നമ്മൾ ജാറ വിശ്വാസങ്ങൾക്കെതിരാ. അജ്മീരാണെങ്കിലും നാഗൂരാണെങ്കിലും മുത്തുപേട്ടയാണെങ്കിലും ഉള്ളാളാണെങ്കിലും മമ്പറത്താണെങ്കിലും സിഎം മക്കാമാണെങ്കിലും വ്യക്തിപരമായിട്ടുള്ള ശത്രുതയല്ല, മറിച്ച് അല്ലാഹു പഠിപ്പിച്ചു, അല്ലാഹു അല്ലാത്ത ഒരാളോടും നിങ്ങൾ പ്രാർത്ഥന നടത്താൻ പാടില്ല. ഇന്ന റബ്ബി കരീബുൻ മുജീബ്, എന്നോടടുത്ത് നിൽക്കുന്നവരാണ് എന്റെ റബ്ബ്. ഉഹദിലും ബദറിലും ഖന്തക്കിലും ഖൈബറിലും അള്ളാന്റെ പ്രവാചകൻ കൈനീട്ടിയ റബ്ബ്. മാരക സൂക്കേട് ബാധിച്ചപ്പോ അയ്യൂബ് നബി കൈനീട്ടിയ റബ്ബ്. മക്കളില്ലാതെ സങ്കടപ്പെട്ട സക്കരിയ നബി കൈനീട്ടി പ്രാർത്ഥിച്ച റബ്ബ്. തന്റെ മകനെ അറുക്കാൻ കത്തിയെടുത്തപ്പം ഇബ്രാഹിം നബി പ്രാർത്ഥിച്ച റബ്ബ്. മത്സ്യത്തിന്റെ വകറ്റിൽ അയക്കപ്പെട്ടു പോയ പ്രവാചകൻ പ്രാർത്ഥിച്ച റബ്ബ്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമ ചെങ്കടലിന്റെ അരികിലെത്തിയപ്പം പ്രാർത്ഥിച്ച റബ്ബ്. ആ റബ്ബിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ എന്നാണ് എക്കാലഘട്ടത്തിലും നമ്മൾ മനുഷ്യ സമൂഹത്തെ പഠിപ്പിക്കുന്നത്. കാരണം അത് പറയാൻ ഇനി നമ്മളെയുള്ളൂ. എല്ലാവരും രാജ്യത്തിന്റെയും നാടിന്റെയും അവസ്ഥക്കനുസരിച്ച് കൂട്ടം കൂടികൾ മാത്രമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണല്ലോ, ആലോചിച്ചു നോക്കൂ, ഇസ്ലാമിനെ ഇതര മതക്കാർക്ക് പോലും നേരത്തെ സൂചിപ്പിക്കപ്പെട്ട നിരീശ്വരവാദത്തിലേക്ക് പോയ ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ ആ നിരീശ്വരവാദത്തിന്റെ വേദിയിൽ ആദ്യം പറയുന്ന ഒരു വാക്കുണ്ട്, ഇസ്ലാം എന്നാൽ കുറച്ച് കെട്ടുകഥകൾ മാത്രമാ. അവൻ പഠിച്ച സ്ഥാപനത്തിൽ കെട്ടുകഥകളെ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളൂ. കാരണം ചീറിപ്പാഞ്ഞു വരുന്ന തീവണ്ടിക്ക് മുൻപിൽ കൈ കാണിച്ച് നിർത്തിയ ഷെയ്ഖുനാന്റെ കറാമത്തിന്റെ കഥകൾ, കോഴിക്കാല് കൊടുത്ത് ഗർഭം ഉണ്ടാക്കിയ ഷെയ്ഖുനാന്റെ കറാമത്ത്, പെട്രോള് തീർന്ന കാറിൽ പതച്ച ചൂടുവെള്ളം ഒഴിച്ച് 4 ദിവസം ഷെയ്ഖുനാനെ കൊണ്ടോടിയിട്ടും വീട്ടിന്റെ മുൻപിൽ വന്നപ്പം ആ പെട്രോൾ ടാങ്കിൽ അതേ പതച്ച വെള്ളം കാണിച്ചു കൊടുത്ത ഷെയ്ഖുനാന്റെ കറാമത്ത്, ആകാശത്തിലൂടെ പറന്നു പോകുന്ന വിമാനം ഇറങ്ങാനുള്ള സ്ഥലമെത്തിയപ്പം കൈ പുറത്തേക്ക് ഇട്ടപ്പോഴേക്കും അത് താനെ പറമ്പിൽ ലാൻഡ് ചെയ്ത് ഷെയ്ഖുനാനെ ഇറക്കിയ കഥകള്, കരിമ്പിൻ തോട്ടത്തിലെ ആനക്കൂട്ടങ്ങൾ എന്റെ മുരീദന്മാരാണെന്ന് പറഞ്ഞ ഷെയ്ഖുനാന്റെ കറാമത്തുകൾ, ഇങ്ങനെ പല നിലക്കും ഇസ്ലാമിനെ ആളുകൾ പരിഹസിക്കാൻ തുടങ്ങി. അവിടെയെല്ലാം നമുക്കുള്ള ഭാരിച്ച ഉത്തരവാദിത്വം അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ. ഹയ്യുൽ ഖയ്യൂമായ, ഉറക്കമോ മയക്കമോ ബാധിക്കാത്ത ആ റബ്ബിലേക്ക് ക്ഷണിക്കാൻ നമ്മളെയുള്ളൂ എന്ന് നമ്മൾ തിരിച്ചറിയണം. നാളെ റബ്ബിന്റെ അരികിൽ മഹ്ശറ ലോകത്ത് ഒരാൾ പോലും നമ്മൾക്കെതിരെ തിരിയാൻ പാടില്ല. എനിക്കറിയില്ല റബ്ബേ, ഇതായിരുന്നു ശരി, ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എന്നെനിക്കറിയില്ലെന്ന് നമ്മളെ പ്രദേശത്ത്, നമ്മളെ ചുറ്റുഭാഗത്ത് ഒരാളും നമ്മൾക്ക് നേരെ വിരൽ ചൂണ്ടി പറയാൻ പാടില്ല. അങ്ങനെ പറഞ്ഞാൽ ഞാനും നിങ്ങളും അള്ളാന്റെ അടുത്ത് കുറ്റക്കാരായി തീരും. മൻ ദല്ല അലാ ഖൈരിൻ ഫലഹു മിസ്ല അജ്രി ഫാഇലിഹി. നിങ്ങൾക്കൊരു നന്മയെ അറിയുമെങ്കിൽ അത് നിങ്ങൾ മറ്റൊരാൾക്ക് അറിയിച്ചു കൊടുക്കണം. ബല്ലിഗു വലൗ ആയ, ഒരായത്തെ നിങ്ങൾക്കറിയൂ, നിങ്ങൾ പ്രസംഗിക്കണം എന്നല്ല, മറ്റൊരാൾക്ക് അത് അറിയിച്ചു കൊടുക്കാൻ നിങ്ങൾ മുൻപന്തിയിൽ ഉണ്ടാവണം. സാധ്യമാകുന്ന നിലക്ക് നാളെ റബ്ബിന്റെ അരികിലേക്ക് മടങ്ങുമ്പം നമ്മുടെ ജീവിതം അള്ളാഹ് നീട്ടിത്തന്ന ഓരോ സെക്കൻഡ് കൊണ്ടും അള്ളാന്റെ അരികിലേക്ക് കൊണ്ടുപോകാനുള്ള സമ്പാദ്യങ്ങൾക്ക് വേണ്ടി ഓരോ സെക്കൻഡും നമുക്ക് കണ്ടെത്താൻ സാധിക്കണം. പലപ്പോഴും നമ്മൾ വായിക്കുമ്പം സങ്കടം തോന്നാറുണ്ട്. എനിക്കും നിങ്ങൾക്കും ഇന്ന് മണ്ണ് റെഡിയാ, ജനങ്ങളെ പ്രബോധനം ചെയ്യാൻ, മൈക്ക് കെട്ടാൻ ഒരാളും നമ്മളെ ഉപദ്രവിക്കാറില്ല, ഒരാളും നമ്മളെ പച്ചത്തെറി വിളിക്കാറില്ല. ഒരു കടാര മുൻപിൽ വെച്ച് പ്രസംഗിക്കേണ്ട സാഹചര്യം ഇന്ന് എന്റെയും നിങ്ങളുടെയും കൺമുൻപിലില്ല. മുൻഗാമികളായ ആളുകളോ കോഴിക്കോട് പട്ടാളപ്പള്ളിയിൽ നിന്നും സെയ്ദ് മൗലവി നമസ്കാരത്തിന് നേതൃത്വം കൊടുത്ത് ഖുതുബ നിർവഹിച്ച് പിന്നീട് ഒരു പ്രസംഗത്തിന് വേണ്ടി വടകരേക്ക് യാത്ര ചെയ്യുമ്പം കൊയിലാണ്ടി കടപ്പുറത്തുള്ള ചില ആളുകൾ പറഞ്ഞു, മൗലവി കുറച്ച് കാര്യങ്ങൾ ഇവിടെ വെച്ച് ഞങ്ങൾക്ക് ഒന്ന് പറഞ്ഞു തരണം. സംസാരിക്കാൻ ഹംദും സ്വലാത്തും ചൊല്ലി തീരുമ്പോഴേക്കും എവിടെ നിന്നോ ചീറിപ്പാഞ്ഞു വന്നൊരു കരിങ്കല്ലിന്റെ ക്ഷണം സെയ്ദ് മൗലവിയുടെ ചുണ്ട് പൊട്ടിച്ച് മുൻവശത്തുള്ള പല്ലടർത്തി മാറ്റി. തന്റെ വായു നിറയെ ചോരയുണ്ടായിട്ടും അത് നിലത്തേക്ക് തുപ്പി ആ തുപ്പലിന്റെ മുകളിൽ കയറി നിന്ന്
വീണ്ടും അരമണിക്കൂർ പ്രസംഗിച്ച സെയ്ദ് മൗലവിയുടെ ത്യാഗത്തെപ്പറ്റി ഉമ്മർ മൗലവിയുടെ ഓർമ്മകളുടെ തീരത്തി എന്ന പുസ്തകത്തിലുണ്ട്. അന്നത്തെ കാലഘട്ടം സഹാബാക്കൾ അനുഭവിച്ചതുപോലെ അവരനുഭവിച്ചിരുന്ന ഭീഷണികൾ, ബഹിഷ്കരണങ്ങൾ, പെൺമക്കളായിപ്പോയതിന്റെ പേരിൽ വിവാഹാലോചനകൾ 38ാമത്തെ വയസ്സിലും ഈ ആദർശം സ്വീകരിച്ചതിന്റെ പേരിൽ പെൺമക്കളുടെ കണ്ണുനീര് കണ്ട് ജീവിക്കേണ്ടി വന്നവർ, നാട്ടില് ഭക്ഷണം കൊടുക്കാതെ ഒറ്റപ്പെടുത്തിയവർ, അങ്ങനെ നിരവധി ബഹിഷ്കരണങ്ങളും പ്രയാസങ്ങളും നേരിട്ടപ്പോഴും അവര് നിർത്താതെ പ്രബോധനം ചെയ്തതിന്റെ ഫലമാണ് പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളും ഏറിയാടുന്ന പ്രദേശത്ത് കൊടുങ്ങല്ലൂരിൽ വിരലിലെണ്ണാവുന്ന 5-10 പേരെ കൊണ്ട് ആരംഭിച്ചത് ഇന്ന് 1000 വിരലുകളല്ല, ലക്ഷക്കണക്കിന് ആളുകളെ കൊണ്ട് ഈ പ്രസ്ഥാനം വളർന്നിട്ടുണ്ടെങ്കിൽ ഓരോരുത്തരുടെയും വയർപ്പ, ഓരോരുത്തരുടെയും ത്യാഗമാ. ആ ത്യാഗത്തിന്റെ ഭാഗമാകാൻ അള്ള നമുക്ക് നൽകുന്ന അവസരങ്ങളാ ഓരോ പ്രദേശത്തിന്റെ മാറ്റത്തിനുള്ള വിളികളും. ആ വിളിയാണ് ഇന്ന് ഖത്തറിൽ നിന്നും നമ്മൾക്ക് നേരെ വന്നിട്ടുള്ളത്. ഒരാളെയും ജയിക്കാനല്ല. ഇന്ന് വരെ പ്രസ്ഥാനം അങ്ങനെ ആളുകൾക്ക് മുൻപിൽ വിലപേശിയിട്ടുമില്ല. ലക്ഷക്കണക്കിന് ആളുകളെ സംഘടിപ്പിച്ച ഒരു സമ്മേളനം കൊണ്ട് ഒരു രാഷ്ട്രീയക്കാരന്റെയും തിണ്ണനരങ്ങാൻ മുജാഹിദ് പ്രസ്ഥാനം പോയിട്ടില്ല. എക്കാലഘട്ടത്തിലും പറഞ്ഞവർ വാക്ക് മാറ്റി പറയുകയും പിന്നീട് അവർ വേറെ വഴിക്ക് പോകുകയും പിന്നീട് അവർ അധികാരത്തിന് വേണ്ടി മുസ്ലിം സമുദായത്തെ ഭിന്നിപ്പിച്ചപ്പോഴും എന്റെ പ്രസ്ഥാനം അന്നെന്തു പറഞ്ഞോ അതേ എന്നോട് ഇന്നും പറയുന്നുള്ളൂ. വിജനമായ പ്രദേശത്തെത്തിയാലും മറ്റേത് കോലത്തിലെത്തിയാലും ഏകനായ റബ്ബിനോട് അവനിലേക്ക് മടങ്ങണമെന്ന് പഠിപ്പിച്ച എന്റെ ആശയം ലോകത്തിന് അറിയിച്ചു കൊടുക്കേണ്ട ബാധ്യതയും നമ്മളിൽ ഓരോരുത്തർക്കുമുണ്ട്. അതിന് നമുക്ക് നാളേക്ക് മാറ്റിവെക്കാൻ എന്തുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ അബൂദർ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ചരിത്രം പറയാറുണ്ട്. ആദ്യമായി ഇസ്ലാമിലേക്ക് കടന്നു വന്നവരുടെ കൂട്ടത്തിൽപ്പെടും അബൂദർ എന്ന ചെറുപ്പക്കാരൻ, ഗഫാർ ഗോത്രത്തിൽപ്പെട്ട ചെറുപ്പക്കാരൻ. പിന്നീട് അദ്ദേഹം വർഷങ്ങൾക്ക് ശേഷം അള്ളാഹുവിന്റെ പ്രവാചകന്റെ അരികിലേക്ക് മദീനയിലേക്ക് വരുന്നൊരു രംഗമുണ്ട്. മദീനത്ത് വന്ന് റസൂലുള്ളാന്റെ കൈപിടിച്ച് തിരിച്ചദ്ദേഹം മക്കയിലേക്ക് പുറപ്പെടുമ്പം റസൂലുള്ളാനോട് ചോദിക്കും, നബിയെ, ഞാൻ എന്റെ ഗഫാർ ഗോത്രത്തിന് പഠിപ്പിച്ചു കൊടുക്കാൻ താങ്കൾ എന്നെ എന്തെങ്കിലും ഒന്ന് പഠിപ്പിച്ചു തരണം. അള്ളാന്റെ റസൂല് പുഞ്ചിരിയോടെ പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ്, നീ ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിപ്പിച്ചാ മതി. ഉടനെ അദ്ദേഹം വീണ്ടും ചോദിച്ചു, റസൂലെ, അതെനിക്ക് മനസ്സിലായി, ഞാൻ വേറെന്ത് പഠിപ്പിക്കണം? പ്രവാചകൻ പുഞ്ചിരിയോടെ പറഞ്ഞു, അബൂദർറേ, ലാ ഇലാഹ ഇല്ലല്ലാഹ് അത് പഠിപ്പിച്ചാ മതി. 3 തവണ റസൂലുള്ള തിരിച്ചത് തന്നെ പറയുമ്പോൾ ആ വാക്കുമായി അദ്ദേഹം മക്കയിലേക്ക് എത്തി. തിരക്ക് പിടിച്ച് കച്ചവടം നടത്തുന്ന ഉക്കാള ചന്തയിലേക്ക് കയറി ചെന്ന് ശത്രുക്കളോട് അദ്ദേഹം വിളിച്ചു പറഞ്ഞു, എന്റെ ജനങ്ങളെ, നിങ്ങൾക്ക് ലാഭം മാത്രം കിട്ടുന്ന, നഷ്ടം കിട്ടാത്ത ഒരു കച്ചവടത്തെ പറ്റി ഞാൻ അറിയിച്ചു തരട്ടെയോ? എല്ലാവരും കൂടി വെപ്രാളപ്പെട്ട് അബൂദറിന്റെ അരികിലേക്ക് വന്ന് ചോദിച്ചു, പറ അബൂദറെ, ഏതാണ് ആ കച്ചവടം? അബൂദർ റളിയല്ലാഹു അൻഹു ആകാശത്തേക്ക് കൈ ഉയർത്തിയിട്ട് പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹുവിനോട് മാത്രം ആരാധിക്കൽ, അവനോട് മാത്രം പ്രാർത്ഥിക്കൽ. അതിനേക്കാളും വലിയ ലാഭം കിട്ടുന്ന മൂലധനമില്ലാത്ത മറ്റൊരു ദുനിയാവിൽ, ഈ ദുനിയാവിൽ മറ്റൊരു സമ്പാദ്യമില്ല. കയ്യിൽ കിട്ടിയ മുഴുവൻ വടികൾ കൊണ്ട് അവരോരോരുത്തരും അബൂദറിനെ തല്ലാൻ തുടങ്ങി. അവസാനം നാവിനൽപ്പം മാത്രം ചലനം ബാക്കി വെച്ച് അവർ അബൂദറിനെ അത്രയും മർദ്ദിച്ചപ്പം ആളുകളിൽ ആരോ വിളിച്ചു പറഞ്ഞു, ജനങ്ങളെ, ഗഫാർ ഗോത്രക്കാരനാ അബൂദർ, ഗഫാർ ഗോത്രക്കാർ പുറപ്പെട്ടാൽ നിങ്ങളെ അവര് കൊന്നുകളയും. ആ അവസാന സെക്കൻഡിൽ അല്പം നാവിന് ചലനം ബാക്കി വെക്കുന്നത് വരെ അവര് തല്ലും. പിന്നീട് മാസങ്ങൾക്ക് ശേഷം മദീന പള്ളിയുടെ മുൻഭാഗത്തിരിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്ന് സഹാബാക്കളിൽ ചിലർ പറയും, നബിയെ, അബൂദറിന്റെ നേതൃത്വത്തിൽ വലിയൊരു ജനങ്ങൾ മദീനയിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. ആക്രമണമാണോ, യുദ്ധമാണോ, എന്താണ് അവരുടെ ഉദ്ദേശം എന്ന് ഞങ്ങൾക്കറിയില്ല. അബൂദർ റളിയല്ലാഹു അൻഹുവിനെ ദൂരത്ത് നിന്ന് കണ്ട നബി മദീന പള്ളിയിൽ നിന്നും കയറി ചെന്ന് അബൂദറിന്റെ അരികിൽ ചെന്ന് ചോദിച്ചു, അബൂദറെ, എന്താ ഉദ്ദേശം? ആരാ താങ്കളോടൊപ്പമുള്ള ഇത്രയും വലിയൊരു ജനക്കൂട്ടം? അബൂദർ റളിയല്ലാഹു അൻഹു അള്ളാന്റെ റസൂലിനെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, നബിയെ, നിങ്ങൾ എന്നെ പഠിപ്പിച്ച ലാ ഇലാഹ ഇല്ലല്ലാഹ് ഞാൻ എന്റെ ഗഫാർ ഗോത്രത്തിനും അസ്ലം ഗോത്രത്തിനും പഠിപ്പിച്ചു കൊടുത്തു. ഇത്രയും കാലത്തിന്റെ ഇടയ്ക്ക് ഞാൻ പഠിപ്പിച്ചു കൊടുത്ത ആ തൗഹീദ് ഉൾക്കൊണ്ട് നിങ്ങളിലേക്ക് വന്നിരിക്കുകയാണ് അവർ അള്ളാഹുവിന്റെ മാർഗം സ്വീകരിക്കാൻ. അബൂദറിനെ ചേർത്ത് പിടിച്ച് റസൂൽ പറയുന്ന ഒരു വാക്കുണ്ട്, അബൂദറെ, സൂര്യന് താഴെ ഒരാള് നടത്തുന്ന ഏറ്റവും വലിയ ജിഹാദാണ് അബൂദർ താങ്കൾ നടത്തിയത്. ഒരു വ്യക്തിയെ കൊണ്ട് ഇത്രയും മാറ്റങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഓരോ പ്രദേശത്തും അതിന്റെ ഒരു ഭാഗമാകാൻ നമ്മളെ കൊണ്ട് സാധിക്കണം.
എന്റെ ജീവിതത്തിലുള്ള ഒരു അനുഭവം പലപ്പോഴും ഞാൻ പല വേദികളിലും പറഞ്ഞിട്ടുണ്ട്. ഒരിക്കൽ 13 കൊല്ലങ്ങൾക്ക് മുൻപ് വടകരക്കടുത്തുള്ള ഒരു അത്തരത്തിൽ പ്രയാസപ്പെടുത്തുന്ന ബഹിഷ്കരണം നേരിടുന്ന ഒരു മഹലിൽ ഒരു നിക്കാഹിന് വേണ്ടി കയറി ചെന്നു. ആ നിക്കാഹിന്റെ പ്രസംഗത്തിന് എഴുന്നേറ്റ് നിന്നപ്പം അവിടെ ഒരുമിച്ച് കൂടിയ മുഴുവൻ ആളുകളും ആ പ്രസംഗം കേൾക്കില്ല എന്ന വാശിയോടെ എഴുന്നേറ്റ് മാറിക്കളഞ്ഞു. അവസാനം ഞാനും പ്രസംഗിക്കുന്ന മൈക്കും കൊണ്ടുപോയ വിദേശത്ത് നിന്ന് ഈ പ്രസ്ഥാനത്തിന്റെ ആശയം മനസ്സിലാക്കിയ ഒരു ചെറുപ്പക്കാരനും മാത്രം അവന്റെ ചെലവിൽ അവൻ വാടകക്കെടുത്ത മൈക്ക് എന്റെ കയ്യിൽ തന്നിട്ട് പറഞ്ഞു, പ്രസംഗിക്കണം ഉസ്താദെ, ആരും കേൾക്കാനില്ലെങ്കിലും ആരെങ്കിലൊക്കെ ചുറ്റുഭാഗത്തുനിന്ന് കേൾക്കുന്നുണ്ടാവും. ആ പ്രസംഗം 20 മിനിറ്റ് പ്രസംഗിച്ച് അവസാനിപ്പിച്ചു. അതേ നാട്ടിൽ ഇന്ന് ഏതാനും ചില മാസങ്ങൾക്ക് മുൻപ് അതേ നാട്ടിൽ ഞാൻ ഒരു പ്രസംഗത്തിന് വീണ്ടും കയറി ചെന്നു. നൂറുകണക്കിന് ആളുകൾ. അവിടെ ഒരു പള്ളിയുണ്ട്, അവിടെ ഏകദേശം 60ഓളം കുട്ടികൾ പഠിക്കുന്ന ഒരു മദ്രസയുണ്ട്, 40ഓളം സ്ത്രീകൾ സ്ഥിരമായി പങ്കെടുക്കുന്ന ഒരു ഖുർആൻ ക്ലാസ് ഉണ്ട്. സൗദി അറേബ്യയിലെ ഒരു ജാലിയാത്തിൽ പങ്കെടുത്ത ഒരു ക്ലാസ്സിൽ പങ്കെടുത്ത ഒരു ചെറുപ്പക്കാരന് ഒരു നാട്ടിലെ 10-20 കുടുംബങ്ങൾക്ക് വെളിച്ചമെത്തിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ജനിച്ച അന്ന് മുതൽ ഈ ആദർശവും ഈ ആശയവും നെഞ്ചിൽ കൊണ്ട് നടക്കുന്ന നമുക്ക് മറ്റൊരാളെ അറിയിക്കാൻ, പണിയെടുക്കാൻ, അതിനുവേണ്ടി ഒരു ശ്രമം നടത്താൻ നമ്മളെ കൊണ്ട് സാധിച്ചിട്ടില്ലെങ്കിൽ നാളെ റബ്ബിന്റെ കോടതിയിൽ ഞാനും നിങ്ങളും തലകുനിച്ച് നിൽക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഓരോരുത്തരും അവർക്കനുസരിച്ച് അള്ളാന്റെ ദീനിനെ മുൻപോട്ട് കൊണ്ടുപോകാൻ പരിശ്രമിക്കേണ്ടതുണ്ട്. മരിച്ചാലും നമ്മൾക്ക് ഗുണം കിട്ടുന്നതാ ഒരു പള്ളി അല്ലെങ്കിൽ ദീനിന്റെ ഒരു കാര്യം ദുനിയാവിൽ ഉണ്ടാവുക എന്നുള്ളത്. ആലോചിച്ചു നോക്കൂ. ഞാൻ എന്റെ പ്രസംഗത്തിൽ തന്നെ മുൻപ് പറഞ്ഞിട്ടുണ്ട്, കേരളത്തിലെ ഭൂരിപക്ഷ പള്ളികളുടെ കൂലിയും അറബികൾ കൊണ്ടുപോയതാ. നാട്ടിലൊരു പള്ളി ഉണ്ടാക്കാൻ ആരെങ്കിലും തീരുമാനം എടുക്കുമ്പോഴേക്കും ചിലർ പറയും, ഒരു മൗലവി നമുക്ക് ഗൾഫിക്ക് വിടാൻ. അറബികൾ കാത്തിരിക്കുക ഒരു പള്ളിന്റെ കൂലി കിട്ടാൻ. പ്രിയപ്പെട്ടവരെ, ഈ പ്രദേശത്ത് നമ്മളെ നാട്ടിൽ ഒരു പള്ളി പൊന്തുമ്പം റോഡരികിൽ ബൈക്ക് സ്റ്റാൻഡിൽ വെച്ച് ആ പള്ളിയിലൊന്ന് മൂത്രയിക്കാൻ വരുന്നവന്റെ ഒരു കൂലി പോലും നമ്മളെ അക്കൗണ്ടിലേക്ക് വരുന്നില്ലെങ്കിൽ അത് വലിയ തോൽവി തന്നെയാ. നമുക്ക് അള്ളാന്റെ അടുത്ത് ഉത്തരവില്ലാത്തൊരു തോൽവി. അതുകൊണ്ടാണ് ലോകത്തിന്റെ പ്രവാചകൻ പഠിപ്പിച്ചതും നാളെ നിങ്ങളോടൊപ്പം ഖബറിലേക്ക് പോരുന്നതിൽ ഒന്ന് സ്വതക്കത്തുൻ ജാരിയ, നിലനിൽക്കുന്ന ദാനധർമ്മമായിരിക്കും. ഇന്ന് കേരളത്തിൽ ഒരു വഖഫ് മന്ത്രിയുണ്ട്, കോടിക്കണക്കിന് സ്വത്തുക്കൾ വഖഫിന്റേതായിട്ടുണ്ട്. അതൊന്നും ഒരു സുപ്രഭാതത്തിൽ ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് പൊട്ടിമുളച്ചു വീണതല്ല. നമ്മളെ മുൻഗാമികൾ അള്ളാഹുവിന്റെ ഖബറിനെ ഭയപ്പെട്ട് അവരുടെ യാത്ര സുഖകരമാകാൻ എഴുതി കൊടുത്തവരാ. ഇന്ന് റോഡരികിലുള്ള ആ സ്ഥലം കാണുമ്പം കാരണവന്മാർക്ക് തെറ്റുപറ്റി എന്നൊക്കെ നമ്മൾ പരിഹസിക്കുമെങ്കിലും ഓരോ സ്ഥലം കൊണ്ടും ഒരുപാട് ആളുകളുടെ ഖബറുകൾ വെളുക്കാൻ അത് കാരണമായിട്ടുണ്ട്, സമാധാനപ്പെടാൻ അത് കാരണമായിട്ടുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ ഞാനും നിങ്ങളും ഖബറിലേക്ക് ചേർത്ത് വെക്കപ്പെടുമ്പം നമ്മളെ സമ്പത്ത് കൊണ്ട്, നമ്മളെ സമ്പാദ്യം കൊണ്ട് എന്റെ ഖബറിലേക്ക് പോരാൻ നമ്മൾ എന്തു കൊടുത്തു എന്ന് ചിന്തിക്കണം. നാട്ടിൽ നമ്മൾ ഓരോരുത്തരും തീരുമാനിച്ചാൽ ഒരു 10 ചാക്ക് സിമന്റ്, അല്ല എന്റെ വക ഒരു 25 ചാക്ക് സിമന്റ്, ഓരോ ചാക്ക് സിമന്റിന്റെയും കണക്കുകൾ കൃത്യമായി സാധ്യമാകുന്ന നിലക്ക് ഓരോരുത്തരും സഹകരിക്കുകയാണെങ്കിൽ നമ്മളെ നാട്ടിലൊക്കെ എന്നോ പള്ളികൾ പൊന്തും, സ്ഥാപനങ്ങൾ വളരും. പക്ഷേ സ്വന്തം വീടിനോട് കാണിക്കുന്ന ഒരു ആദരവ് പോലും ചില ആളുകൾക്ക് അള്ളാന്റെ ഭവനങ്ങളോട് കാണിക്കാൻ സാധിക്കുന്നില്ല. കൊടുക്കുന്നവരുണ്ട് എങ്കിൽ അതോടൊപ്പം തന്നെ നമ്മൾ ചിന്തിക്കണം, സഹോദരിമാരോടും കൂടിയ തന്റെ ജീവിതത്തിൽ മരിച്ചു കഴിഞ്ഞ ഒരു കാലണയുടെ ഗുണം അള്ളാന്റെ ദുനിയാവെന്ന് നമ്മളെ സമ്പത്തുനിന്ന് നമുക്ക് ഉണ്ടാവൂല. ആകെ വേണ്ടത് 750 രൂപയുടെ 3 വെള്ളത്തുണി മാത്ര. അത് പള്ളിയിൽ റെഡിയാ. മരിക്കുന്നത് വരെ കൊണ്ടു നടന്ന മുതല് മരിച്ച വാപ്പാനെ പോലും ഓർക്കാതെ മക്കൾ വീതിക്കും. അത് കിട്ടാത്തതിന്റെ പേരിൽ മക്കൾ ഇപ്പോഴും പണക്കില. ജ്യേഷ്ഠനും അനിയനും പെങ്ങളും അളിയനും അതിന്റെ പേരിലുള്ള തർക്കവും തമ്മിത്തെറ്റലും അവസാനിച്ചിട്ടില്ല. ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്റെ സ്വത്തിൽ നിന്ന് ഒരംശം എന്റെ ഖബറിലേക്ക് നീക്കിവെക്കാൻ സാധിച്ചിരുന്നെങ്കിൽ എന്ന് കരയുന്ന ഒരു രംഗത്തെ പറ്റി അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചിട്ടുണ്ട്. വഅൻഫിഖൂ മിമ്മാ റസഖനാകും മിൻ ഖബ്ലി അയ്യഅതി അഹദകുമുൽ മൗത്ത് ഫയഖൂല റബ്ബി ലൗലാ അഖർതനി. ശ്വാസം നിലയ്ക്കുന്ന സെക്കൻഡ് വരെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വത്തിൽ ഉടമസ്ഥാവകാശമുണ്ട്. ആ സെക്കൻഡ് വരെ നിങ്ങൾക്ക് കൊടുക്കാനുള്ള അവകാശമുണ്ട്. ആ സെക്കൻഡിലേക്ക് എത്തുന്നതിന്റെ മുൻപേ നിങ്ങളെ ഖബറിന് വേണ്ടി ഒരു നിയ്യത്ത് വെച്ച് നമുക്കൊരുങ്ങാൻ സാധിച്ചാൽ അള്ളാഹുവിന്റെ ദീനിന്റെ പ്രചാരണത്തിന് ഏറ്റവും നല്ലൊരു വഴി തുറക്കാൻ നമ്മൾക്ക് ഓരോരുത്തർക്കും സാധിക്കും. ഏതാനും ചില മാസങ്ങൾക്ക് മുൻപ് ഇതേ നാടിന്റെ അടുത്ത്, നമ്മളെ പ്രദേശത്തിന്റെ തൊട്ടടുത്ത്
മയ്യത്ത് കുളിപ്പിക്കാൻ വല്യുമ്മാനെ മറക്കുള്ളിൽ കൊണ്ടുപോയി. പിന്നീട് കേൾക്കുന്നത് കരച്ചിലുകൾ മാത്രമാ. കുളിപ്പിക്കാൻ കൊണ്ടുപോയ പെൺമക്കൾ പുറത്തു വന്നു പറയുന്നു, ഉമ്മാന്റെ ചെവികളിൽ കിടക്കുന്ന ഉമ്മാന്റെ ആഭരണം ഊരിയെടുക്കാൻ കിട്ടുന്നില്ല. അവസാനം കുളിപ്പിക്കാൻ കൊണ്ടുപോയ ഉമ്മയെ പുറത്തേക്ക് കൊണ്ടുവന്ന് മറ്റൊരാളെ കൂട്ടിക്കൊണ്ടുവന്ന് കത്രിക കൊണ്ട് ആ ചെവികളിലുള്ള 4-5 റിങ്ങുകൾ കട്ട് ചെയ്ത് അതെല്ലാം എടുത്ത് വൃത്തിയായി കുളിപ്പിച്ച് ആ വെള്ളത്തുണിയിൽ പൊതിഞ്ഞാണ് 6 അടി മണ്ണിൽ വെച്ചതെങ്കിൽ, ഉമ്മാരെ, ഒരു കാത്തരി മണ്ണും ഒരു കാത്തരി പൊന്നും നിങ്ങൾക്ക് ആർക്കും ഈ ദുനിയാവൊന്ന് കൊണ്ടുപോകാൻ പറ്റൂല. മറിച്ചതുകൊണ്ട് അള്ളാന്റെ ദുനിയാവിൽ ബാക്കി വെച്ചതേ അള്ളാന്റെ അടുത്തേക്ക് നമുക്ക് കൊണ്ടുപോകാനുണ്ടാകും.